പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ തിരുവചന ഭാഗത്തില് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസിന്റെ മറുപടിയാണ് വളരെ ശ്രദ്ധേയം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. പ്രിയമുള്ളവരെ, പത്രോസ് ഇത് പറയുന്നത് പോലെ നമ്മളോട് ഇന്ന് യേശു ചോദിക്കുമ്പോൾ നമ്മളും പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്. കാരണം വേദപാഠ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് കേട്ടു പഠിച്ചതാണ്. വേദപാഠ ക്ലാസ്സുകളിൽ കേട്ടു പഠിച്ച ഉത്തരങ്ങൾ അവിടെ നിൽക്കട്ടെ. ദൈവം ഇത് നമ്മളോട് വ്യക്തിപരമായി ചോദിക്കും, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? നിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ശരിയായിട്ട് പ്രത്യുത്തരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം പത്രോസിന്റെ വിശ്വാസത്തിലുള്ള ഒരു വളർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവനെ മാറ്റി നിർത്തി തടസ്സം പറയുന്നതും, പിന്നീട് പീഡാനുഭവത്തിൻ്റെ വേളയിൽ യേശുവിനെ തള്ളിപ്പറയുന്നതും, ഏറ്റവും ഒടുവിൽ അവന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നതുമായിട്ടൊരു പത്രോസിൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ വളർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിലാണ്, യേശുവിനോടൊപ്പം നടത്തുന്ന യാത്രയിലാണ് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായെ തിരിച്ചറിയുന്നത്. അപ്രകാരം പത്രോസിൻ്റെ പോലെ യേശുവിൻ്റെയോടൊപ്പം യാത്ര ചെയ്യുക, യേശു ആരാണെന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. നിൻ വഴിയേ നടക്ക